അപ്പം ഞാൻ ഇന്നലെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ വേടനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നത്. അപ്പം ആ ഒരു വീഡിയോ കണ്ടിട്ട് എനിക്ക് ഇന്നലെ പൊങ്കാലയായിരുന്നു DM-ൽ. എന്തിനാണ് ഞങ്ങളുടെ ലാലേട്ടനെ പറ്റി സംസാരിച്ചത്? അതിൽ എൻ്റെ ഒരു ഫ്രണ്ട് പുള്ളി മാന്യമായിട്ട് വന്നിട്ട് പറഞ്ഞു, എടി നീ എന്തിനാ അതിൻ്റെ ഇടയിൽ മോഹൻലാലിനെ പിടിച്ചിട്ട് ഇനി നിന്നെ അടുത്തിന് അതിൻ്റെ പേരും പറഞ്ഞ ആൾക്കാർ പൊങ്കാലയിടും, ചുമ്മാ ഒരു ഇഷ്യൂ എന്തിനാണ് നീ ഉണ്ടാക്കുക? പുള്ളി സ്നേഹം ഉള്ളതുകൊണ്ട്, പുള്ളി നമ്മുടെ അടുത്തൊരു ഇഷ്ടമുള്ളതുകൊണ്ട് നമ്മുടെ അടുത്ത് വന്ന് പേഴ്സണാലിറ്റി പറഞ്ഞത്. അത് കുറേ ആൾക്കാർ വന്നിട്ട് ഞങ്ങളുടെ ലാലേട്ടനെ നീ എന്തിനാണ് പറഞ്ഞത്, അത് ശരിയായില്ല, ഇത് ശരിയായില്ല. ഞാനൊരു കാര്യം പറയട്ടെ, അന്ന് ഇതേപോലെ ഒരുപാട് യൂട്യൂബേഴ്സോ ഇൻഫ്ലുവൻസേഴ്സോ ഒന്നും രംഗത്ത് വന്നിട്ടില്ല, മനസ്സിലായില്ലേ? 2011 2011 ഉണ്ടായിരിക്കും, വളരെ ചുരുക്കം. ഇന്നത്തെ പോലെ ചർച്ച ചെയ്യപ്പെടാനും ഇത്രയും രീതിയിലുള്ള ഫെസിലിറ്റി ഒന്നും അന്ന് ഉണ്ടായിരുന്നില്ല. ഒരു പക്ഷേ ഇന്നത്തെ പോലുള്ള ആളുകൾ അന്ന് ഉണ്ടായിരുന്നെങ്കിൽ ഇതൊക്കെ വലിയ സീനാവേണ്ട കാര്യങ്ങളാണ്. ഈ പറഞ്ഞ മോഹൻലാലിൻ്റെ വിഷയമായിക്കോട്ടെ, എന്തുണ്ടായാലും ഈ പറയുന്ന മോഹൻലാലും വേടനും ആരായാലും ശരിയാണ്. ഞാനൊരു കാര്യം പറയും, രണ്ടുപേർക്കും രണ്ട് നീതി, രണ്ട് ന്യായം, അത് വേണ്ട. പുള്ളിക്കാരൻ വന്ന് സത്യവാങ്മൂലം നടത്തിയെന്ന് പറഞ്ഞാൽ അതങ്ങ് തേച്ച് മാച്ചും വിടാനായിട്ട് ഇതെന്ത് വെള്ളരിക്കപ്പെട്ടോ? പുള്ളിക്കൊരു നീതി, ഇയാൾക്ക് വേടനെന്ന് പറയുന്ന മനുഷ്യന് ഒരു നീതി, അതെന്തുവാ അത്? അതിനെതിരെയാണ് ഞാൻ സംസാരിച്ചത്, മനസ്സിലായില്ലേ? പിന്നെ ഈ പറഞ്ഞ മാതിരി ഇന്നത്തെ സമൂഹത്തെ പറ്റി പറയാതിരിക്കുന്നതെന്ന് നല്ലത്. ഈ മന്ത്രി എന്ന് പറയുന്ന സുരേഷ് ഗോപി എന്ന് പറയുന്ന ആള് പച്ചയ്ക്കാണ് നിന്ന് എനിക്ക് പൂണൂലിടുന്ന വർക്കത്തിനോടാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം, അടുത്ത ജന്മം എനിക്ക് പൂണൂലിടുന്ന ആ സംസാര രീതി എൻ്റെ പൊന്നപ്പോൾ പുള്ളിയുടെ എക്സ്പ്രഷനും അത് പറയുമ്പോൾ കോരി തരിച്ച് ആ ഒരു പുള്ളിയുടെ ആ ഒരു അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. ചോറ് തിന്നുന്ന ആർക്കും മനസ്സിലാവും പുള്ളി എന്താ ഉദ്ദേശിച്ചതെന്ന്, മനസ്സിലായില്ലേ? അപ്പോൾ ബാക്കിയുള്ളവരെല്ലാം എന്താ ഇച്ഛിച്ചാണോ? എന്താ ബാക്കിയുള്ളവരെ പറ്റി പറയുമ്പോൾ പൊള്ളുന്നോ? പുള്ളിക്കൊക്കെ പബ്ലിക്കേട്ടാ മോഹൻലാലും സുരേഷ് ഗോപിയും വന്ന് എന്ത് കാണിച്ച് ചെയ്താലും ആഹാ, ബാക്കിയുള്ളൊരു ഓഹോ അല്ലേ? എന്താ ഇത് വെള്ളരിക്കപ്പെട്ടണോ ഇതാ? ഇതിപ്പോൾ അവർ തൂരത്തരുന്ന തീട്ട നിങ്ങൾ സ്വർണമെന്ന് പറയുമല്ലോ. അതെ, ഈ കേരളത്തിലുള്ള ഓരോ ജനങ്ങളും ഇതിനെതിരെ സംസാരിക്കാമെന്ന ഈ കോടതിയും പട്ടാളവും ഈ എല്ലാ ഈ കോടിക്കണക്കിന് ജനങ്ങൾക്കെതിരെയും കേസെടുക്കുമോ? ഇന്ന് ഞാനൊക്കെ സാധാരണക്കാരായ ഒരു മനുഷ്യൻ, സ്ത്രീയാണ് ഞാൻ. ഇതൊക്കെ കണ്ടും കേട്ടും സഹിച്ച് വയ്യ, അതുകൊണ്ട് വന്ന് പറഞ്ഞതേ ഉള്ളൂ. ഇന്നത്തെ പോലെ ഇതിപ്പോൾ ഞാൻ വന്നതുപോലെ ഒരുപാട് ആൾക്കാർ രംഗത്ത് വന്നു കഴിഞ്ഞാൽ കോടതി എന്ത് ചെയ്യും? ഈ കേരളത്തിലുള്ള എല്ലാ ജനങ്ങൾക്കെതിരെയും കേസെടുക്കും. എടുക്കുമായിരിക്കും. അതാ പറയുന്നത്, പലരും രംഗത്ത് വരാത്തതാ. ഇതിപ്പോൾ നോക്കിക്കോ, എന്നെ എങ്ങനെയെങ്കിലും തകർക്കാൻ നോക്കും. എൻ്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് വേണമെങ്കിൽ എങ്ങനെയെങ്കിലും റിപ്പോർട്ട് അടിച്ച് വരെ കളഞ്ഞു കളയും, മനസ്സിലായില്ലേ? മോഹൻലാലിൻ്റെ അടുത്ത് എനിക്കും ഇഷ്ടമുള്ളൂ, ഞാനും ഫാനാണ് എന്നും പറഞ്ഞ് രണ്ട് നീതി രണ്ട് ന്യായം, അത് വേണ്ട. ശരി.